നമസ്കാരം. ഞാൻ സർഗസൃഷ്ടിയിൽ നിന്നും പ്രേംരാജ്. സർഗസൃഷ്ടിയുടെ ആസ്വാദനവും ആലാപനവും എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം സുപരിചിതയായ നല്ലൊരു സാഹിത്യകാരിയും കവയിത്രിയും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുമായ രത്നരാജു എഴുതിയ മകനോട് എന്ന മനോഹരമായ ഒരു കവിതയാണ്. ഈ കവിതയുടെ ആദ്യ വരികൾ ഞാനൊന്ന് ചൊല്ലാം. മകനെ ഒരു മാത്ര കേൾക്കുക നീ, മുത്തിൻ്റെ മുത്തായ പൊൻകുരുന്നേ, മേടമാസത്തിലെ പൂരം പിറന്നവൻ മണിമുത്തം നൽകി വളർത്തി നിന്നെ. മേടമാസത്തിലെ പൂരനാളിൽ ജനിച്ച ആ സ്വന്തം മകനെ മണിമുത്തമൊക്കെ നൽകി വളർത്തുകയാണ് ആ അമ്മ. സന്തോഷകരമായ ആ നാളുകൾ. ഒരു കുഞ്ഞിക്കാലിന് ജന്മം കൊടുക്കുമ്പോൾ, ഒരു അമ്മയായി കഴിയുമ്പോൾ ഒരു സ്ത്രീക്കുണ്ടാകുന്ന ആ വാത്സല്യവും സ്നേഹവും അതൊന്ന് വേറെ തന്നെയാണ്. ആ മകനോട് അത്രമാത്രം ഇഷ്ടമായിരിക്കും ആ അമ്മയ്ക്ക്. പക്ഷേ ഇവിടെ ദൈവം ആ ഇഷ്ടക്കേടിന് എതിരായിരുന്നു. ജന്മന കൂടെയെത്തിയ കുറവുകൾ ഹൃദയത്തിൻ വൈകല്യമായിരുന്നു. വിങ്ങി വിതുമ്പി ഈ അമ്മ തന്നഞ്ചകം കണ്ണുനീർ തൂകി ഞാൻ കാവലാളായി. ഹൃദയത്തിന് വൈകല്യം സംഭവിച്ച ഒരു കുഞ്ഞിനെയായിരുന്നു ആ സ്ത്രീ പ്രസവിച്ചത്. പക്ഷേ എത്ര വൈകല്യമുണ്ടെങ്കിലും, എത്ര ആരോഗ്യമില്ലെങ്കിലും, താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് ആ കുഞ്ഞിനെ താരാട്ടുപാടി ലാളിച്ച് വളർത്തുകയാണ് ആ അമ്മ. പക്ഷേ ദൈവം പിന്നെയും അവിടെ കരുണ കാണിക്കുവാൻ തയ്യാറായില്ല. നെഞ്ചിൽ കിടത്തി വളർത്തിയ പൊന്മകൻ 8ാം വയസ്സിൽ യാത്രയായി. പൊട്ടിത്തകർന്നുപോയി ഹൃത്തടം ഓമലേ, പൊട്ടിക്കരഞ്ഞുകൊണ്ടിപ്പോഴുമീയമ്മ. 8ാം വയസ്സിൽ ആ അമ്മയിൽ നിന്നും ആ കുഞ്ഞ് വിട്ടുപോയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ആ മകനോടുള്ള സ്നേഹം ഒട്ടും കുറവ് വന്നിട്ടില്ല. ആ അമ്മ പറയുന്നു, ഓർക്കാതിരിക്കുവാനാവില്ല പൈതലേ, കളിവീടുറങ്ങിയ പോലെൻ്റെ ഉൾത്തടം. എൻ്റെ ജന്മത്തിൽ ഇനി നിന്നെ മറക്കുവാൻ ദേഹത്തിൽ നിന്നെൻ്റെ ദേഹി വെടിയണം. എൻ്റെ ദേഹത്തിൽ നിന്നും ഈ ആത്മാവ് വിട്ടുപോകും വരെ, എൻ്റെ മരണം വരെ എൻ്റെ മകനും എന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് വളരെ വേദനയോടുകൂടി ആ അമ്മ പറയുന്നത്. കണ്ണീരലിയിപ്പിക്കുന്ന ആ ഒരു സന്ദർഭം എത്ര മനോഹരമായിട്ടാണ് കവയിത്രി ഇവിടെ ഈ തൂലികയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കവിത മുഴുവനായി എന്ന് ചൊല്ലാം. മകനെ ഒരു മാത്ര കേൾക്കുക നീ, മുത്തിൻ്റെ മുത്തായ പൊൻകുരുന്നേ, മേടമാസത്തിലെ പൂരം പിറന്നവൻ മണിമുത്തം നൽകി വളർത്തി നിന്നെ. ജന്മന കൂടെയെത്തിയ കുറവുകൾ ഹൃദയത്തിൻ വൈകല്യമായിരുന്നു. വിങ്ങി വിതുമ്പി ഈ അമ്മ തന്നഞ്ചകം കണ്ണുനീർ തൂകി ഞാൻ കാവലാളായി. നെഞ്ചിൽ കിടത്തി വളർത്തിയ പൊന്മകൻ 8ാം വയസ്സിൽ യാത്രയായി.
പൊട്ടിത്തകർന്നു പോയി ഹൃത്തടമോമലേ, പൊട്ടിക്കരഞ്ഞു കൊണ്ടിപ്പോഴുമീയമ്മ. ഓർക്കാതിരിക്കുവാനാവില്ല പൈതലേ, ഓർക്കാതിരിക്കുവാനാവില്ല പൈതലേ. കളിവീടുറങ്ങിയ പോലെൻ്റെ ഉൾത്തടം, എൻ്റെ ജന്മത്തിൽ ഇനി നിന്നെ മറക്കുവാൻ ദേഹത്തിൽ നിന്നെൻ്റെ ദേഹി വെടിയണം. എത്ര വേദന ജനിപ്പിക്കുന്ന വരികളാണ് ഈ കവിതയിൽ. ഇതുമാതിരിയുള്ള നല്ല നല്ല കവിതകളുമായി പ്രിയങ്കരിയായ ആ കവിത്രിയെ സർഗസൃഷ്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.